ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വിവാദങ്ങൾക്കിടെ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ്. പാലക്കാട് നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ MLAക്കായിരുന്നു അധ്യക്ഷ സ്ഥാനം. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ ഒഴിവാക്കി പുതിയ നോട്ടീസ് പുറത്തിറക്കി. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന ആരോപണങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ശാസ്ത്രോത്സവത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഒഴിവാക്കിയിരിക്കുകയാണ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രേണുക, നവംബർ 7, 8, 9, 10 തീയതികളിലായിട്ടാണ് സ്കൂൾ ശാസ്ത്രമേള നടക്കുന്നത്. പാലക്കാട് ജില്ലയിൽ വെച്ചാണ് സ്കൂൾ ശാസ്ത്രമേള നടക്കുന്നത്. ജില്ലയുടെ MLA കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലാണ് പരിപാടിയുടെ അധ്യക്ഷനായിട്ട് വരേണ്ടിയിരുന്നത്. അത്തരത്തിലുള്ള നോട്ടീസുകളൊക്കെ തന്നെ നേരത്തെയും തയ്യാറാക്കിയതും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. ആരോപണ വിധേയനെ സംഘാടക സമിതിയിൽ എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റിയിരിക്കുന്നത്. മറ്റന്നാളാണ് സംഘാടക സമിതി രൂപീകരണ യോഗം നടക്കുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം പുതിയ പരിപാടിയിൽ ആരാകണം അധ്യക്ഷൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. എന്തായാലും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്കൂൾ ശാസ്ത്രമേളയിലെ സംഘാടക സമിതിയിൽ നിന്ന് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നീക്കം ചെയ്യുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി സൂര്യഗായത്രി, വ്യക്തമാണ്. കേരള സ്കൂൾ കലോത്സവം 2025 നവംബർ 7, 8, 9, 10 ദിവസങ്ങളിൽ പാലക്കാട് നടത്താനിരുന്ന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. പുതിയ നോട്ടീസും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. MLAയുടെ പേര് ഒഴിവാക്കിയിരിക്കുകയാണ്. പാലക്കാട് നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ MLAക്കായിരുന്നു അധ്യക്ഷ സ്ഥാനം. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഒഴിവാക്കി പുതിയ നോട്ടീസ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് സൂര്യഗായത്രിയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ നിലപാട് കടുപ്പിച്ച അബിൻ വർക്കി. ബാഹുബലി പ്രചരണം തന്നെ വെട്ടാൻ. നിലവിലെ ഭാരവാഹികൾക്ക് പകരം പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ രാജിവെക്കുമെന്നും അബിൻ വർക്കി അടക്കം 40 ഭാരവാഹികൾ പറഞ്ഞു. അതേസമയം അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കണമെന്ന് ചെന്നിത്തല വിഭാഗം പറഞ്ഞു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, രാഹുലിന്റെ രാജിക്ക് പിന്നാലെ ആ ഒരു സ്ഥാനത്തേക്കായുള്ള ഒരു അടുത്തൊരു